നമസ്കാരം. എല്ലാ സൂര്യ ടി വിയുടെ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുകയാണ്. 1200 ആണ്ട് മീനമാസം 30 അല്ലെങ്കിൽ 2025 ഏപ്രിൽ 13 അതായത് ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിനെ 3:21 ചോതി നക്ഷത്രം 1-ാം പാദം കൊണ്ടാണ് മേട വിഷു സംക്രമം നടന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുകയാണ്. വിഷുഫലവുമായി ഞാൻ എല്ലാ വർഷവും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഇത്തവണ എത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ എന്നും കാണുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന കുറച്ചാളുകൾ എന്നോടൊപ്പം നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഇന്ന് എത്തുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ സീരിയലുകളിലൂടെ നിങ്ങളെ ഒരുപാട് ആഗ്രഹിപ്പിക്കുന്ന, ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്ന, നിങ്ങളുടെ ജീവിതത്തെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സീരിയൽ താരങ്ങൾ ഇന്ന് എന്നോടൊപ്പമുണ്ട്. അവരോട് നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കാണാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴികയും ചേർന്ന മേടരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ഏത് തരത്തിലുള്ള പ്രവർത്തനവും ഏറ്റെടുക്കുന്നതിന് നല്ല കഴിവുകളുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ പൊതുവെ ഒരു മടി എല്ലാ കാര്യങ്ങളിലും കാണിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. ആ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റി മുന്നോട്ട് പോകാൻ ഈ വിഷു വർഷം ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ആശങ്ക പിടിച്ച് വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ആശങ്കകൾ പിടിച്ച് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. അത്തരത്തിലുള്ള അനാവശ്യമായ ആശങ്കകൾ പരിഹരിച്ചു പോകാൻ ഈ ഒരു വർഷം നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും. ചുറ്റുപാടുകളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ അല്പം മടി പിടിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നതും ഈ വിഷുവർഷം നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു കാരണവശാലും ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് പിന്മാറാതിരിക്കാൻ നോക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷം ഏറ്റവും ഗുണം ചെയ്യും. കാർത്തിക മുക്കാലും രോഹിണി മകയിരത്തരയും ചേരുന്ന ഇടവരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ഏത് കാര്യങ്ങളാണെങ്കിലും ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനും ചെയ്തു തീർക്കുന്നതിനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് മടി കാട്ടാറുണ്ട്. ആ മടി സ്വഭാവം ഒന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. നിങ്ങൾ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ ഇടപെടുകയും പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണെങ്കിലും ഇടയ്ക്കിടെ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും അത് നിയന്ത്രിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. താൽക്കാലിക ലാഭം മാത്രം നോക്കി കഴിവതും ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമുക്ക് ആത്യന്തികമായി ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടുംബജീവിതത്തിലും മറ്റും ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ അത് നിങ്ങളെ മാനസികമായി കുറച്ച് വേദനിപ്പിക്കുന്നതിന് ഇടയായിത്തീരും. പരസ്പരം മനസ്സിലാക്കലുകളിലൂടെ മുന്നോട്ട് പോകാൻ ഈ ഒരു വിഷുവർഷം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. മറ്റുള്ളവരെയൊക്കെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. പക്ഷേ പലപ്പോഴും ചതിവുകളിലേക്ക് അത്തരം കാര്യങ്ങളിൽ വീണു പോകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കഴിവതും ചതിക്കുഴികളിലൊന്നും പോയി വീഴാതിരിക്കാൻ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണോ സഹായങ്ങൾ ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും ചേരുന്ന മിഥുന രാശിക്കൂറിൽ ജനിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ശരി, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു രാശിക്കാരും ഇല്ലല്ലോ ഇതിൽ. ധാരാളം വേണം എന്നുള്ളതിനേക്കാൾ ഉള്ളതുകൊണ്ട് തൃപ്തമായി ജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളുകളാണ് നിങ്ങൾ. ഒരുപാട് സമ്പാദിച്ചു വെക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നല്ലതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു കരുതൽ പുലർത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു വർഷം അത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. പക്ഷെ നമ്മൾ ദേഷ്യത്തോടെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ വേദന ഉണ്ടാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ചെയ്യും. എല്ലാവരോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു വർഷം നോക്കുന്നത് നല്ലതാണ്. ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കഴിവതും ഒന്ന് അകന്നു നിൽക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. പുണർദത്തിൽ കാലും പൂയവും ആയില്യവും ചേരുന്ന കർക്കടക രാശിക്കൂറിൽ ജനിച്ച ആളുകൾ എല്ലാ കാര്യങ്ങളിലും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളാണ്. ആരോ ഉണ്ടല്ലോ ഇതിലല്ലേ? ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ പലപ്പോഴും അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ആ പോരായ്മയൊന്ന് പരിഹരിക്കാൻ ഈ ഒരു വിഷുവർഷം ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മറ്റുള്ളവരോട് കഴിവതും തർക്കിക്കാതെ പോകണം എന്ന് ആഗ്രഹിക്കുമെങ്കിലും വഴിയെ പോകുന്ന അത്തരം വയ്യാവേലികളൊക്കെ നമ്മളുടെ തലയിലേക്ക് വന്നു കയറുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. കഴിവതും ഒന്ന് ശ്രദ്ധയോടെ
ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏത് വിപരീതമായ സാഹചര്യത്തിലും നല്ലതുപോലെ മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും. പക്ഷെ പലപ്പോഴും സ്വന്തമായ കഴിവില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ ബാധിക്കാനിടയുണ്ട്. ആ തോന്നലൊന്ന് മാറ്റി നമ്മളാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളോട് ആരെങ്കിലും ഒരു ദ്രോഹമൊക്കെ ചെയ്താൽ അത് പെട്ടെന്ന് അങ്ങ് കളയുമെങ്കിലും ഉള്ളിൽ ഒരു വേദനയോടുകൂടി അത് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ആ സ്വഭാവരീതി ഒന്ന് നിയന്ത്രിച്ച് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ചില പ്രതിജ്ഞകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ന്യൂ ഇയറിനൊക്കെ എടുക്കുന്നതാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക. മകം പൂരം ഉത്രത്തിൽ കാലം ചേരുന്ന ചിങ്ങരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ആളുകളുണ്ട് കേട്ടോ. ചിങ്ങരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ഏതൊരു പ്രവർത്തനമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചില്ല. നിങ്ങൾ അതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങൾ പോലും പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചുണ്ടാകുന്നതിന് ഇടയായിത്തീരും. ചെറിയ അവഗണനകൾ പോലും വല്ലാണ്ട് മാനസികമായി വേദന ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ആരോടെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കറകളഞ്ഞ നിലയിലുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് പലപ്പോഴും നിങ്ങൾ പ്രകടിപ്പിക്കാറ് ഉള്ളത്. ചില ശത്രുതാ മനോഭാവവുമായി നടക്കുന്ന ആളുകളിൽ നിന്ന് മാനസികമായ ചില വിഷമങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വിട്ടുവീഴ്ചകൾ കഴിവതും അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ വിട്ടുവീഴ്ചകൾ കൂടുതൽ ചെയ്യാൻ ഈ ഒരു വർഷം നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ചെലവുകൾ കഴിവതും നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരാരയും ചേരുന്ന കന്യരാശി കൂറിൽ ജനിച്ച ആരും ഇതിലില്ല. അപ്പോൾ കന്യരാശി കൂറിൽ ജനിച്ച നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പുണ്ടായിരുന്ന വല്ലാത്ത ചില മോശം പേരുകളൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു വിഷുവർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത്. ആവശ്യമില്ലാതെ വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കാൻ ഈ ഒരു വിഷുവർഷം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണം ചെയ്യും. മറ്റുള്ളവരോടുള്ള പക കുറേ കാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ആ സ്വഭാവരീതി ഒന്ന് മാറ്റി നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏത് കാര്യത്തിലാണെങ്കിലും കൃത്യത പാലിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം പലപ്പോഴും മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ പലപ്പോഴും ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായേക്കാം. കഴിവതും അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കുറേ കാലമായി മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിത്തിരാരയും ചോദ്യയും വിശാഖത്തിൽ മുക്കാലം ചേരുന്ന തുലാരാശിക്കൂറിൽ ജനിച്ച ആളുകൾക്ക് അതിലും ആരുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണിത് കേട്ടോ. സന്ദർഭോചിതമായി പെരുമാറുന്നതിന് കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. സന്ദർഭോചിതമായി കള്ളം പറയുന്നതിനും പലപ്പോഴും ശ്രമിക്കാറുണ്ട്. കഴിവതും അത്തരം കള്ളങ്ങൾ അബദ്ധങ്ങളായി മാറാതിരിക്കാൻ ഒന്ന് നോക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്ന് കരുതിയല്ല നിങ്ങൾ അത് പറയാറുള്ളത്. പക്ഷേ അത് മറ്റുള്ളവരെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട്. ഏത് പ്രവർത്തനമാണെങ്കിലും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ചെയ്യും. ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാട്ടുന്ന ഒരു സ്വഭാവരീതി നിങ്ങളിൽ ഉണ്ടാകാം. കഴിവതും ആ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവരീതി ഒന്ന് മാറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം കൂടുതൽ ചെലവഴിക്കുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണം. ചെറിയ കാര്യങ്ങളിൽ മനസ്സ് പതറുന്ന സ്വഭാവരീതി ഉണ്ടെങ്കിൽ അതും ഒന്ന് നിയന്ത്രിക്കാൻ ഈ വിഷുവർഷം നോക്കുന്നത് നല്ലതാണ്. ആത്മനിയന്ത്രണ ശേഷി നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവരീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃശ്ചിക രാശിക്കൂറിൽ ജനിച്ച എനിക്കൊന്ന് 3 പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ശരി, ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവരീതി ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വഴിയെ പോകുന്നവരെല്ലാം ശത്രുക്കളായി മാറും എന്നുള്ളൊരു കാര്യമുണ്ട്. കഴിവതും കാര്യങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നന്നാകാത്തവരാണെങ്കിൽ കഴിവതും അതിൽ നിന്ന് പിന്മാറി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. വെറുതെ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യമാണ്. കഴിവതും ചെയ്യുന്ന കാര്യങ്ങൾ
വളരെ തന്ത്രപൂർവ്വം ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് കാര്യമാണെങ്കിലും വേണ്ട സമയത്ത് ചെയ്തു തീർക്കുന്നതിനുള്ള കർമ്മകുശലത നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെർഫെക്ഷൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഡിലേ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും എല്ലാം തികഞ്ഞ ഒരു കാര്യവും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. അടുക്കും ചിട്ടയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചുറ്റുപാടുകളിൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കുറവായതിനാൽ എല്ലാവരുമായിട്ടും ഒന്നും വളരെ വേഗം അടുക്കുന്ന ഒരു സ്വഭാവ രീതിയല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് പലപ്പോഴും അഹങ്കാരികൾ എന്ന് മുദ്ര കുത്തപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ ഈ വർഷം ശ്രമിക്കും. മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ചേരുന്ന ധനുരാശിക്കൂറിൽ ജനിച്ച ആളുകൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വിഷു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. കുറച്ചു കാലമായി വല്ലാതെ മാനസികമായി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇടയായിത്തീരും. പലപ്പോഴും കടുത്ത ചില നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ചില ആളുകൾ പോലും ശത്രുതയിലേക്കും മറ്റും പോകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു രീതിയുണ്ട്. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉള്ളതുകൊണ്ട് കഴിവതും ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. യാത്രകൾ കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. ഏത് തരത്തിലുള്ള ഇടപാടുകളിലും സുതാര്യതയും സത്യസന്ധതയും പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണമാണ്. ഒരു കാര്യം നടത്താൻ വേണ്ടി എന്ത് ത്യാഗമാണെങ്കിലും അത് സഹിക്കുന്നതിന് മടിയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ സ്വന്തം ആരോഗ്യത്തിന് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആവശ്യമില്ലാതെയുള്ള പണം ഇടപാടുകൾ, പണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും കുറയ്ക്കാൻ ഈ വിഷുവർഷം ശ്രദ്ധിക്കുക. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേരുന്ന മകരരാശിക്കൂറിൽ ജനിച്ച ആളുകൾ, ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നിങ്ങളോടുകൂടിയാണ്. മകരരാശിക്കൂറിൽ ജനിച്ച ആളുകൾ ജോലി സംബന്ധമായി കൂടുതൽ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വിഷു വർഷമാണ് വരാൻ പോകുന്നത്. കുറച്ചു കാലമായി അടുത്തു വരെ വന്നിട്ട് പല കാര്യങ്ങളും തട്ടിമാറിപ്പോകുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടാവാം. ആ രീതികളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ദുരഭിമാന ബോധം നിങ്ങൾക്ക് അല്പം കൂടുതലാണ്. അതൊന്ന് കുറച്ച് വെക്കാൻ നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. പലപ്പോഴും ഈ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അങ്ങോട്ട് ചെന്ന് അവരോട് മിണ്ടുക, അങ്ങോട്ട് ചെന്ന് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ചെറിയ വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ പുലർത്തിയാൽ കൂടുതൽ നേട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു വർഷം കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രശംസയിലൊന്നും അങ്ങനെ വീണു പോകുന്ന ഒരു രീതിയല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടുക എന്നുള്ളത് സാധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവിട്ടത്തരയും ചതയവും പോരുരുട്ടാതി മുക്കാലും ചേരുന്ന കുംഭരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നല്ല മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു, കാലയളവായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം ഒന്ന് മാറി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. അത്തരം ശ്രദ്ധ പലപ്പോഴും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീരും. ടെൻഷൻ കൂടുതലാകാതിരിക്കാൻ നോക്കുക. അത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീരും. മറ്റുള്ളവരെ കഴിവതും ആശ്രയിക്കാതെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ സഹായിക്കാനെത്തുന്ന ആളുകളെ കൈകടത്തൽ എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം. വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുക. ഒരു കാര്യവും സക്സസ് ആക്കാൻ കഴിയാതെ വന്നേക്കാം. പൂരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന മീനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ നിങ്ങളാരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇവിടെ ഒരാളുണ്ട്, ഉത്രട്ടാതിയാണ്. മീനരാശിക്കൂറിൽ ജനിച്ച ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവുകൾ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് മൂലം അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള സാധ്യതയും ഈ ഒരു വിഷുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. കഴിവതും ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ശ്രദ്ധയോടുകൂടി ഒന്ന് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടാകാം. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട എന്നുള്ളൊരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചാൽ അത് കുറച്ചുകൂടി നിങ്ങളെ
സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. സ്വന്തം സുഖ സൗകര്യങ്ങൾ കളഞ്ഞ് കഴിവതും ഒരു കാര്യവും ചെയ്യാത്ത ഒരു രീതിയുണ്ട്. ശരീരം വിയർക്കുക, ശരീരം വേദനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കഴിവതും പോകാത്ത ഒരു സ്വഭാവ രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ, അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. അത്തരം സ്വഭാവങ്ങൾ ഒന്ന് മാറ്റി മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വഭാവ രീതികളിലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. അകാരണമായിട്ടുള്ളൊരു ഭയം നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റും അത്തരമൊരു ഭീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിച്ച് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക. ഒരു കാര്യം കൂടി പറയാം, കഴിവതും ഒത്തിട്ട ഈ മീനക്കൂറുകാരോട് കടം ചോദിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതെനിക്ക് വേണ്ടിയാണ് കേട്ടോ. എന്തോ ചോദിക്കാൻ വേണ്ടി വരികയാണെന്നാണ് എൻ്റെ ജ്യോതിഷപരമായ പ്രവചനം. പക്ഷേ ആദ്യം അത് സ്റ്റാർട്ടിങ്ങിന് ഒരു ട്രബിൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുഴപ്പമില്ല, പറഞ്ഞു. ഒരുപാട് വർഷങ്ങളായി ഇത്തരം പ്രോഗ്രാമിലൂടെ സൂര്യ ടി വിയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ജേർണി കണ്ടിന്യൂ ആണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടതാണ്. അത് ഒത്തിരി വൈറലായതുമാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഒരു ബിസിനസ് ആള് ഭയങ്കരമായിട്ട് തകർച്ചയിൽ വന്നു. അപ്പോൾ ആള് വേറൊരു ജോത്സ്യനെ വിളിച്ചിട്ട് ആളുടെ തകർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തകർച്ചയ്ക്ക് മേലെ ഈ പൂജകളുടെ അവസ്ഥകളും കൂടെ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഹരിജിയുടെ അടുത്ത് അദ്ദേഹം വരുന്നത്. അതിൽ ഒരുപാട് ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാനും അത് എങ്ങനെ ഒരു വേഗമായിട്ടുള്ളൊരു ഓർമ്മയെ എനിക്കുള്ളൂ. കൃത്യതയോടുകൂടി ഇപ്പോഴത്തുള്ള ആൾക്കാർക്കും കൂടി അന്നത്തെ വൈറലാവാൻ കാരണം അതായത് ഒരാള് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. കേരളത്തിന് പുറത്തു നിന്നാണ് വിളിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഈ ബിസിനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരോ ആസ്ട്രോളജേഴ്സിനെ ഇങ്ങനെ സമീപിക്കും. അങ്ങനെയാണ് ഒടുവിൽ സൂര്യ ടി വിയിൽ നമ്മുടെ ഫോൺ കോളുകൾ ഭയങ്കര രസമാണ്. അപ്പോൾ ആളുകളായിട്ട് ഇങ്ങനെ പേഴ്സണലി ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന അതേ ഫീലിങ്ങിലാണ് ആ ഫോൺ കോളുകളിൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണ്, ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല, വലിയ വിഷമമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആസ്ട്രോളജേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പൂജകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് ഇമ്മീഡിയറ്റ് തോന്നിയൊരു ആശയമാണ്. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം നോക്കുമ്പോൾ രാഹു കുറച്ച് മോശമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് പെട്ടെന്ന് കുഴപ്പമില്ല, ഇത് പരിഹരിച്ച് നിങ്ങൾക്കെല്ലാം സക്സസ് ആവും. അപ്പം നിങ്ങൾ ഈ അഘോര ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ചെയ്യണം. അത് 5 എണ്ണമോ മറ്റോ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. 25,000 രൂപ വെച്ച് ഒരെണ്ണത്തിന് ചിലവാകും എന്ന് പറഞ്ഞത്. അപ്പം ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുള്ളൊരു എമൗണ്ടാണ് അതിൽ പറയുന്നത്. 1,00,000 രൂപ വരുന്നൊരു എമൗണ്ടാണ്. അപ്പം അദ്ദേഹം അത് കേട്ടപാടെ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ, എങ്ങനെയാണ് ഞാൻ പൈസ അയക്കേണ്ടത്, അക്കൗണ്ട് ഡീറ്റെയിൽ തരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തേ, ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പൈസ നിൽക്കാത്തത്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴേ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഈ പണം ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതാണ് തെറ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഞാനത് സീരിയസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ആലോചിക്കണം. നമ്മളൊരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ വല്ലവർക്കും പൈസ കൊണ്ട് കൊടുത്തിട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, പണമിടപാടുകൾ ശ്രദ്ധിക്കുക, കഴിവതും ക്യാഷ് കയ്യിൽ കൊണ്ട് നടന്ന്. ശരിക്കും അതിനുശേഷമൊക്കെയാണ് ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അന്ന് ATM കാർഡ് വെച്ചിട്ടുള്ള കളികൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞു കൊടുത്താണ്, നിങ്ങൾ ഈ ATM കാർഡ് കൊണ്ട് നടക്കുക, പൈസ കൊണ്ട് കഴിവതും നടക്കാതിരിക്കുക, എല്ലാത്തിനും ഒരു കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. 1 രൂപ നമ്മൾ ആക്കിയാലും അത് ഇത്ര രൂപ ഞാൻ ചിലവാക്കി എന്ന് വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. അപ്പം നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാവും. ഇതിൽ ജ്യോതിഷം എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. പക്ഷേ ശരിക്കും ഈ ജ്യോതിഷത്തെപ്പറ്റി ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം ജ്യോതിഷത്തിലെ ഒരു നിയമമാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ജ്യോതിഷം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടാണ്. നിങ്ങൾ പണം മുടക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ വളരെ കരുതൽ പുലർത്തണമെന്നും ശ്രദ്ധയോടുകൂടി നിങ്ങൾ പണം മുടക്കണം. ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നല്ല, നിങ്ങൾ സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ ആ സമയത്ത് എടുക്കണം. ഇപ്പോൾ അതിൽ മുൻപ് പരിചയമുള്ള ആളുകളുമായി നിങ്ങൾ ആശയവിനിമയം നടത്തണം. കൃത്യമായി കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും എഴുതി സൂക്ഷിക്കണം. അത് കൃത്യതയോടുകൂടി ചെയ്യണം എന്നുള്ളത് ജ്യോതിഷത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഒരു ആസ്ട്രോളജറെ സംബന്ധിച്ച് ഒരു ദിവസം അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത് വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങളാണ്. ഒരുപാട് വ്യത്യസ്തമായ, ഒരിക്കൽ നമ്മൾ ചിന്തിച്ചു പോലും ഇല്ലാത്ത, നമ്മുടെ മനസ്സിൽ പോലും വരാത്ത ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. അതിൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അറിവുകൾ കൂടി അതിലുണ്ടാവും. അങ്ങനെ അപ്ലൈ ചെയ്ത് പോവുക എന്നുള്ളതിനപ്പുറം ഈ
പൂജകൾ ചെയ്ത് മന്ത്രവാദം ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ അതേ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയധ്യായതും വിഷ്ണു ത്രേതായാമജതോ മഹേ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികൃത. കലിയുഗത്തിൽ നല്ലോണം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. മനസ്സുരുകി മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. ബാക്കി യജ്ഞവും ഹോമവും പൂജയൊക്കെ കഴിഞ്ഞ യുഗങ്ങളിലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.